വർഷം മുമ്പ് കേരള പോലീസ് തുറന്നതാണ് സുകുമാരക്കുറുപ്പ് എന്ന കേസ് ഡയറി. കുറുപ്പിനെ കിട്ടാതെ, എവിടെയാണ് എന്ന് ഉത്തരം കിട്ടാതെ പോലീസിനെ വല്ലാതെ വലച്ച കേസ്. ആ കേസ് ഡയറി എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. പരിശോധിച്ച ശേഷം 1 മാസത്തിനുള്ളിൽ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറും. അത് പരിശോധിച്ച് ഉന്നതതല യോഗം ചേർന്ന ശേഷമായിരിക്കും സുകുമാരക്കുറുപ്പ് എന്ന കേസ് ഫയൽ എന്നേക്കുമായി അവസാനിപ്പിക്കണോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു രത്നമ്മ വടക്കേന്ത്യയിലെ ഏതോ ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണ്. ആ നഴ്സ് പറഞ്ഞു അവിടെ ഹൃദയരോഗിയായി 40 കൊല്ലം മുമ്പ് നമ്മുടെ സുകുമാരക്കുറുപ്പ് ചെന്നിരുന്നു. അവിടെ സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ടു, സംസാരിച്ചു എന്നൊക്കെ. പക്ഷെ അതൊന്നും വിശ്വാസയോഗ്യമായുള്ള കാര്യങ്ങളല്ല. സുകുമാരക്കുറുപ്പിനെ എത്രയോ സ്ഥലത്ത് ആൾക്കാർ കണ്ടിരിക്കുന്നു, എത്രയോ സ്ഥലത്ത് ആൾക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, എത്രയോ സ്ഥലത്ത് പോലീസ് പോയിരിക്കുന്നു. അവിടെ ഒന്നും സുകുമാരക്കുറുപ്പ് ആയിരുന്നില്ല. അതുകൊണ്ട് മലയാളികൾ ഇന്നും വിശ്വസിക്കുന്നു, പോലീസ് കേസ് ഡയറി മടക്കിയാലും ക്ലോസ് ചെയ്താലും മലയാളികൾ ഇന്നും വിശ്വസിക്കുന്നു വിദേശത്ത് സുകുമാരക്കുറുപ്പ് ആർഭാടമായി ജീവിക്കുന്നു എന്ന്. പിന്നെ പോലീസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലും ഭാര്യയോടൊക്കെ അന്വേഷിച്ചു, വളരെ കാലമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു തുമ്പും കിട്ടിയിട്ടില്ല, അവരെ വീടായിട്ട് ബന്ധപ്പെട്ട് ഒന്നും വിളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും വിശ്വാസയോഗ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയും കുടുംബക്കാരും ബന്ധുക്കാരും സുകുമാരക്കുറുപ്പ് വിദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുമോ, അല്ലെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ ജീവിച്ചിരിക്കണമെന്ന് പറയുമോ? പിന്നെ പറയുന്ന ഒരു കാര്യം, 40 കൊല്ലം വീണ്ടും ഒരു ഹൃദയരോഗിയായ സുകുമാരക്കുറുപ്പ് എങ്ങനെ ജീവിച്ചിരിക്കുമെന്നാണ്. അതും അസംബന്ധമാണ്. 80 വയസ്സായാലും 90 വയസ്സായാലും 100 വയസ്സായാലും മനുഷ്യർ ജീവിച്ചിരിക്കും. മനുഷ്യരുടെ ആയുസ് പോയി, മനുഷ്യർ മരിച്ചു എന്നൊന്നും പറയാനായിട്ട് ക്രൈംബ്രാഞ്ചിനോ ഇൻ്റർപോളിനോ ആർക്കും കഴിയില്ല. അത് കഴിയുന്ന ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവത്തിനറിയാം സുകുമാരക്കുറുപ്പ് എവിടെയാണ്, എവിടെ ജീവിച്ചിരിക്കുന്നു, എങ്ങനെ ജീവിച്ചിരിക്കുന്നു, എന്താണ് സുകുമാരക്കുറുപ്പിൻ്റെ അവസ്ഥ എന്ന് അറിയാവുന്ന ഒരൊറ്റ ഒരാൾ ദൈവം മാത്രമാണ്. സുകുമാരക്കുറുപ്പിൻ്റെ ആത്മാവ് പോയെങ്കിൽ ആ ആത്മാവ് പോയ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ആരെങ്കിലൊക്കെ അറിഞ്ഞ് നമ്മളോട് അവിടെ അറിഞ്ഞേനെ. പക്ഷേ ഇത്രയും നാളായിട്ടൊരു തുമ്പില്ലാത്ത നിലയ്ക്ക് സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്നാണ് മലയാളികൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അത് അത്രയും വലിയൊരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു കുറ്റവാളിയാണ്. ആ കുറ്റവാളി ഒരു കാരണവശാലും പിടികൊടുക്കില്ല. പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഇൻ്റർപോളിൻ്റെയും എല്ലാം അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ കേസ് ക്ലോസ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അത് എത്ര കൊല്ലം വെച്ചിട്ടിരിക്കും ഇങ്ങനെ ഒരു കേസ്, അത് അവരുടെ ആവശ്യമാണ്, അത് അവർ ചെയ്തോട്ടെ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സുകുമാരക്കുറുപ്പിന് മരണമില്ല. ഇനിയിപ്പോൾ എത്ര വയസ്സായാലും ഈ കാണുന്ന ആ രൂപത്തിൽ സുകുമാരക്കുറുപ്പ് മലയാളികളുടെ ഒരു മനസ്സിൽ എന്നും ജീവിക്കും. സുകുമാരക്കുറുപ്പിനെ കുറിച്ചിട്ട് 2 മെഗാ സിനിമകൾ വന്നു. അതിലും സുകുമാരക്കുറുപ്പ് ഒളിവിൽ തന്നെയാണ്. അതും അവരും പറയുന്നത് സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല. ഇപ്പം മലയാളികളും പറയുന്നു സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കേസ് ഡയറി ക്ലോസ് ചെയ്താലും വടക്കേ ഇന്ത്യയിലോ തെക്കേ ഇന്ത്യയിലോ ഡൽഹിയിലോ എവിടെ വേണമെങ്കിലും സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ പുറത്ത് വരാം. അപ്പോൾ കേസ് ഡയറിയാണോ വലുത്, ഈ ഒരാൾ ജീവിച്ചിരിക്കുന്നതാണോ വലുത്? ഇനിയിപ്പോൾ യാദൃശ്ചികമായിട്ട് മരിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായുള്ള തെളിവുകൾ കണ്ടെത്തണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സുകുമാരക്കുറുപ്പിനെ സമാധി കുഴിച്ചിട്ടോകണത്, എവിടെയായിരുന്നു അവസാന കാലം? ഇനി അനാഥ ശവമായിട്ട് എവിടെയെങ്കിലും കിടന്നിട്ട് ഏതെങ്കിലും മുനിസിപ്പാലിറ്റി വലിച്ചു കൊണ്ടുവന്ന് കുഴിച്ചിട്ടായാലും അതിനുണ്ടാവില്ലോ രേഖ. ആ രേഖകൾ പരിശോധിക്കാനായിട്ട് നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ കേസിന് ഒരു അന്ത്യമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ചാക്കോയുടെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ചാക്കോയുടെ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവരെ കൺമുമ്പിൽ നമ്മുടെ സുകുമാരക്കുറുപ്പ് ശിക്ഷ അനുഭവിച്ച് തന്നെ വേണം. നന്ദി.